മസ്തിഷ്ക മരണം കണ്ടു. എന്താ പറയുക, ഇത്തരം പടങ്ങളും നമുക്ക് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ടൈപ്പ് പടങ്ങളിൽ ഇതും ഗഗനചാരി മാത്രമേ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളൂ. എങ്കിലും ഈ ജോണറിൽ ഗംഭീര പടങ്ങളുമായിട്ട് ഇനിയും പിള്ളേർ വരുമെന്ന് ഉറപ്പെനിക്ക് ഉള്ളതുകൊണ്ട് ഇതും ഗഗനചാരി പോലെ ഒരു ആവറേജ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കുറച്ച് നേരം കണ്ടിരുന്നപ്പോൾ തോന്നി ഇവർ എന്ത് കോപ്പറാണ് കാണിക്കുന്നതെന്ന്. പെട്ടെന്ന് എന്തെങ്കിലും ഫൺ പരിപാടിയൊക്കെ വരും, അപ്പോൾ തോന്നും കൊള്ളാലോ സംഭവം, നല്ല രസമുണ്ടല്ലോ എന്ന്. പെട്ടെന്ന് വീണ്ടും ഒരു 15 മിനിറ്റ് കുറച്ച് ബോർ പരിപാടികളൊക്കെ വരും, പിന്നെ ഒരു 15 മിനിറ്റ് നല്ല രസത്തിൽ ഓടും പടം. അങ്ങനെ മാറി മാറി വന്ന് ക്ലൈമാക്സ് നല്ല തമാശയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പടം നിർത്തി കളയും. അപ്പോൾ വീണ്ടും ഒരു രസക്കേട്. പിന്നെ ഇതെല്ലാം ഒരു എക്സ്പെരിമെൻ്റലിൻ്റെ ഭാഗമാണല്ലോ എന്ന് തിങ്ക് ചെയ്ത് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. ബോറാണെന്ന് തോന്നിയ പോർഷൻസൊക്കെ എനിക്ക് അങ്ങ് ദഹിച്ചു. പിന്നെ കൃഷാന്തിൻ്റെ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടുമെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്ക് തോന്നിയത് ഗഗനചാരി പോലെ ഫ്യൂച്ചറിൽ നടക്കുന്ന കഥ ആയതുകൊണ്ടും ആ പടം പോലെ തന്നെ അപ്രോച്ച് ചെയ്യുന്ന സ്റ്റൈലും കോമഡിയൊക്കെ ഇവിടെയും സെയിം ആയതുകൊണ്ടും ഗഗനചാരി ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഈ പടം ഇഷ്ടപ്പെടാൻ ചാൻസ്. പിന്നെ ഗഗനചാരിയെക്കാളും ആളും ബഹളമൊക്കെ അല്പം കൂടുതലാണ്. പിന്നെ ആക്ടേഴ്സ് എല്ലാവരും നല്ല ആക്ടിങ് ആയിരുന്നു. ലീഡ് റോൾ ചെയ്ത രജീഷ, മണിയമ്പള രാജുവിൻ്റെ മകൻ നിരഞ്ജനൊക്കെ ഉൾപ്പെടെ ജഗദീഷിൻ്റെ കൂടെയുള്ള 2 പേര്, പിന്നെ രജീഷയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, എല്ലാവരും നല്ല ആക്ടിങ് ആയിരുന്നു. ജഗദീഷ്, നന്ദു, സുരേഷ് കൃഷ്ണയൊക്കെ പതിവ് പോലെ കൂളായിട്ട് അങ്ങ് ആക്ട് ചെയ്തു. പക്ഷേ നിരഞ്ജൊക്കെ റോളിനനുസരിച്ച് വേണമെന്ന് വെച്ച് തന്നെ ഇളകി അങ്ങ് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെയൊക്കെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദിവ്യപ്രഭയും വിഷ്ണു അഗസ്തിയാണ്. പൊളിയായിരുന്നു ഇവർ രണ്ടുപേരും. ദിവ്യപ്രഭയുടെ പെർഫോമൻസ് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വിഷ്ണു അഗസ്തിയുടെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രണ്ടുപേരും തമ്മിലുള്ള കോട്ട് സീനൊക്കെ നൈസായിരുന്നു. ആ സീനിൽ നിരഞ്ജു അടിപൊളിയായിരുന്നു, നല്ല സീനായിരുന്നു അത്. എന്തായാലും ഗഗനചാരി വൈബ് ഇഷ്ടമാണെങ്കിൽ പോയി കണ്ടോ കേട്ടോ. ഇത്തരം പടങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യണം.